ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്ന +2 ലെവലിലെ 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചുകളിലേക്കും ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കും താല്പര്യമുള്ള കുട്ടികൾ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് +2 ലെവലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഫസ്റ്റ് ഇയറിൽ നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു. 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു. അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷനായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മളിപ്പോൾ 3 ആക്സിസ് ഫോം ചെയ്യുമ്പം 3 ആക്സിസിൽ എക്സ് വൈ ഇസഡ് ഇത് ഒറിജിനാണ്. അങ്ങനെ നമ്മൾ ആക്സിസ് ഫോം ചെയ്യുന്ന കേസിൽ എക്സ് വൈ പ്ലെയിൻ, വൈ ഇസഡ് പ്ലെയിൻ, എക്സ് ഇസഡ് പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ഒരു ലൈൻ ഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈൻ ഒ പി, ഒരു ലൈൻ ഒ പി ആണ്. ആ ഒറിജിനിലൂടെ ഉള്ള ആ ലൈൻ ഏതെല്ലാം ആക്സിസിൽ അതിൻ്റെ ആംഗിൾ കണക്ട് ചെയ്യുമ്പം ഇപ്പം ആംഗിള് ഇപ്പം ആൽഫ, ബീറ്റ, ഗാമ ഓരോ ആക്സിസിൽ ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ കൊസൈൻ ഓഫ് ദി ആംഗിൾ ഇപ്പം കൊസൈൻ ഓഫ് ദി ആംഗിൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. കൊസൈൻ ഓഫ് ദി ആംഗിൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ആ വാല്യൂ അതാണ് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ്. ഡിനോട്ട് ചെയ്യുന്നത് എൽ എം എൻ ആണ്. LMN കൊസൈൻ ഓഫ് ദി ആംഗിൾ. ഇപ്പോൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ അതിൽ തമ്മിലുള്ള റിസൾട്ടാണ് L² പ്ലസ് M² പ്ലസ് N² = 1. കൊസൈൻ ഓഫ് ദി ആംഗിൾ L എന്ന് പറയുന്നത് കോസ് ആൽഫ, M കോസ് ബീറ്റ, N കോസ് ഗാമ. അപ്പോൾ ഇത് തമ്മിലുള്ള റിസൾട്ടിൽ cos² ആൽഫ പ്ലസ് cos² ബീറ്റ പ്ലസ് cos² ഗാമ = 1. ഇതും ഒരു റിസൾട്ടാണ്. cos² ആൽഫ പ്ലസ് cos² ബീറ്റ പ്ലസ് cos² ഗാമ = 1. ഇതൊരു ബേസിക് റിസൾട്ടാണ്. ഡയറക്ഷൻ കൊസൈൻസ് തമ്മിലുള്ളൊരു റിസൾട്ടാണ്. ഓരോ ആക്സിസിൽ ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ കൊസൈൻ വാല്യൂ ആണ് ഡയറക്ഷൻ കൊസൈൻസ്. അതാണ് LMN. ഇപ്പം ക്വസ്റ്റ്യൻ വരികയാണ്. ഇഫ് ദി ലൈൻ മേക്സ് ആംഗിൾസ്, ക്വസ്റ്റ്യൻ എഴുതുക. ഇഫ് ദി ലൈൻ makes angles 90, 60, 30 degree, 90 degree, 60 degree, 30 degree, 90 degree, 60 degree, 30 degree with the x, y and z axis, with the x, y, z axis respectively find its direction cosines. X, y and z axis respectively find its direction cosines. Direction cosine കാണുമ്പം ഇത് തന്നിരിക്കുന്ന വാല്യൂസ് ഓരോ ആക്സിസിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് ആണ്. ഇപ്പം ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ ഇത് ബ്രാക്കറ്റ് തന്നെയാണ്. ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. L cos alpha, cos 90, cos 60, cos 30. Cos 90 sin 0 0,
sin 91. അപ്പോൾ cos 0 1, cos 90 0, കോമ cos 60 1/2, cos 30 √3/2. അപ്പോൾ 0 1/2 √3/2. ഇതാണ് അവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് ഒരു മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യനാണ്. ആംഗിൾ തന്നിട്ട് കൊസൈൻ വാല്യൂ കാണുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. Find the direction cosines of a line. Find the direction cosines of a line which makes find the direction cosines of a line which makes equal angles with the coordinate axis. Find the direction cosines of a line which makes equal angles with the coordinate axis. അതാണ് ക്വസ്റ്റ്യൻ. ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കണം. എല്ലാ ആക്സിസിലും ഈക്വൽ ആംഗിൾസ് ആണ്, സെയിം ആംഗിൾസ്. ഇപ്പം ആൽഫ, ബീറ്റ, ഗാമ 3 ആക്സിൽ ഫോം ചെയ്യുന്നതാണെങ്കിൽ ഒന്നുകിൽ ആൽഫ എല്ലാത്തിലും സെയിം ആയിരിക്കണം, അല്ലെ ബീറ്റായി കൊടുക്കണം, അല്ലെ ഗാമയിൽ എഴുതണം. അപ്പം ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, അല്ലെ അത് മൂന്നും സെയിം ആംഗിളിൽ കണക്ട് ചെയ്യണം. എല്ലാം സെയിം ആംഗിളിൽ കണക്ട് ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ പഠിച്ച റിസൾട്ട് L² പ്ലസ് M² പ്ലസ് N² വാല്യൂ 1 ആണ്. L² പ്ലസ് M² പ്ലസ് N² ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ cos² ആൽഫ പ്ലസ് cos² ആൽഫ പ്ലസ് cos² ആൽഫ ഇസ് ഈക്വൽ ടു 1. സെയിം വാല്യൂ തന്നെ cos² ആൽഫ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നപ്പം 3 cos² ആൽഫ ഇസ് ഈക്വൽ ടു 1. cos² ആൽഫ ഇസ് ഈക്വൽ ടു 1/3. cos² ആൽഫ ഇസ് ഈക്വൽ ടു 1/3. cos ആൽഫ √1/3 പ്ലസ് ഓർ മൈനസ് √1/3. cos ആൽഫയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1/3. അപ്പം ഡയറക്ഷൻ കൊസൈൻസ് പ്ലസ് ഓർ മൈനസ് 1/3 കോമ പ്ലസ് ഓർ മൈനസ് 1/3 കോമ പ്ലസ് ഓർ മൈനസ് 1/3. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഈക്വൽ ആംഗിൾസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ആംഗിൾസ് ആവുമ്പം 3 ആക്സിസിലും സെയിം ആംഗിളാണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ വെച്ചിട്ട് 3 ആംഗിൾസും ഉണ്ട്. അപ്പോൾ അവിടെ സെയിം ആയിട്ട് കണക്ട് ചെയ്ത് എഴുതി. അപ്പോൾ അതിൻ്റെ 3ൻ്റെയും കൂടി വാല്യൂ സം ചെയ്തെടുത്തു, ഡയറക്ഷൻ കൊസൈൻ കിട്ടി. എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ് അതും. അതാണ് ഡയറക്ഷൻ കൊസൈൻസ് ഈക്വൽ ആംഗിൾസ് ഫോം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നോക്കണം. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള റിസൾട്ടാണ്. അടുത്തത് വാല്യൂസ് തന്നാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡയറക്ഷൻ റേഷ്യോയിൽ നിന്നും കൊസൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നതാണ് ABC. ഡയറക്ഷൻ റേഷ്യോ അല്ലെ വാല്യൂസ് ആണെങ്കിൽ അതാണ് ABC. അതിൽ നിന്നും ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ പറഞ്ഞാൽ ആംഗിളിൽ നിന്നും കൊസൈൻ കാണാൻ അറിയാം. കൊസൈൻ ഓഫ് ദീസ് ആംഗിൾസ് എടുത്താൽ ഡയറക്ഷൻ കൊസൈൻസ് ആവും. റേഷ്യോയിൽ നിന്നും കൊസൈൻ കാണാൻ ഓരോ വാല്യൂ ബൈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ
റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കോമ അടുത്ത വാല്യൂ ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കോമ സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് റേഷ്യോ തന്നിട്ട് കൊസൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓരോ വാല്യൂ ബൈ എല്ലാ റേഷ്യോയുടെ സ്ക്വയർ എടുത്ത് സം ചെയ്യുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത് റൂട്ട് ഓഫ് വാല്യൂസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ലൈൻ has the direction ratios minus 18, 12, minus 4. If a line has the direction ratios minus 18, 12, minus 4, then what are its direction cosines? Direction cosines കണ്ടുപിടിക്കണം. വാട്ട് ആർ ഇറ്റ്സ് ഡയറക്ഷൻ കൊസൈൻസ്? റേഷ്യോ ആണ് തന്നത്. അപ്പോൾ റേഷ്യോ എ ബി സി റേഷ്യോ തന്നു. ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ ഓരോ വാല്യൂ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് -18 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ കോമ 12 ബൈ ഇതേ വാല്യൂ തന്നെ റൂട്ടിനകത്ത് സ്ക്വയർ ചെയ്ത് സം ചെയ്യണം കോമ -4 ബൈ ഇത് തന്നെ കണക്ട് ചെയ്യണം. ഇതാണ് ഡയറക്ഷൻ കൊസൈൻ. റേഷ്യോയിൽ നിന്നും കൊസൈൻ കാണാൻ പറഞ്ഞാൽ ഓരോ വാല്യൂ ബൈ മാഗ്നിറ്റ്യൂഡ്. താഴത്തെ വാല്യൂസ് സ്ക്വയർ ചെയ്ത് സം ചെയ്തെടുക്കണം. റൂട്ടുള്ള വാല്യൂ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് വാല്യൂ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. -18 ബൈ ഏത് വാല്യൂ ആണോ കിട്ടുന്നത് ആ വാല്യൂ എഴുതുക. അങ്ങനെയാണ് റേഷ്യോയിൽ നിന്നും കൊസൈൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ +1 +2 നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലും എല്ലാം പഠിച്ച ഒരു വേർഡാണ് കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരേ ലൈനിലെ പോയിൻറ്റ്സ് ആണ് കൊളീനിയർ. ഒരേ ലൈനിലെ പോയിൻറ്റ്സ് ഒരേ ലൈനിൽ ഇപ്പം എ ബി സി ഒരേ ലൈനിലെ പോയിൻറ്റ്സ് ആണ്. 3 പോയിൻറ്റ്സ് ലൈ ഓൺ എ ലൈൻ, അതാണ് കൊളീനിയർ പോയിൻറ്റ്സ്. കൊളീനിയർ പോയിൻറ്റ്സ് പല രീതിയിൽ നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് 2 സെറ്റിൻ്റെ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ 3rd സെറ്റ് ആണെന്ന് കിട്ടുകയും ട്രയാങ്കിളിൻ്റെ ഏരിയ 0 വന്നാൽ കൊളീനിയർ ആണെന്ന് പഠിച്ചു. അങ്ങനെ പല രീതിയിലുള്ള കൊളീനിയർ, സ്ലോപ്പ് 2 സെറ്റിൻ്റെ ഈക്വൽ ആണെങ്കിൽ കൊളീനിയർ ആണ്. പുതിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 സെറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ അത് കൊളീനിയർ ആണ്. ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഡയറക്ഷൻ റേഷ്യോ ഓഫ് ബി സി. 2 സെറ്റ് എടുക്കുമ്പം കോമൺ ആയിട്ട് ഒരു പോയിന്റ് വേണം. എ ബിയും ബി സി എടുക്കുമ്പം ബി ഒരു കോമൺ പോയിന്റ് ആണ്. അല്ലെങ്കിൽ എ ബിയും എ സി എടുക്കാം, എ ഒരു കോമൺ പോയിന്റ് ആണ്. ഏതേലും 2 സെറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ അതും കൊളീനിയർ ആണ്. ഇപ്പോൾ ഒരു ലൈനിൽ 2 സെറ്റ് പോയിന്റ് x1 y1 z1, അടുത്ത സെറ്റ് x2 y2 z2 2 സെറ്റ് പോയിന്റ് ഉണ്ട്. ഒരു ലൈനിൽ 2 സെറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ലൈൻ എ ബി കാണാൻ x2 - x1, y2 - y1,
Z2 മൈനസ് Z1. ഒരു ലൈനിൽ 2 സെറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ആണ് x2 മൈനസ് x1 കോമ y2 മൈനസ് y1 കോമ Z2 മൈനസ് Z1. ഇതാണ് രണ്ട് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ദി പോയിന്റ്സ് 2, 3, 4 ഈ ലൈനിൽ അങ്ങ് കണക്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത് ഷോ ദാറ്റ് ദി പോയിന്റ്സ് 2, 3, 4 കോമ -1, -2, 1 -1, -2, 1 2, 3, 4 കോമ -1, -2, 1 കോമ 5, 8, 7 5, 8, 7 5, 8, 7 are collinear. 5, 8, 7 are collinear. 5, 8, 7 are collinear. കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഏതേലും രണ്ട് സെറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ഡയറക്ഷൻ റേഷ്യോ ഓഫ് AB ഡയറക്ഷൻ റേഷ്യോ കാണാൻ x2 മൈനസ് x1 കോമ y2 മൈനസ് y1 കോമ z2 മൈനസ് z1 -1 -2 കോമ -2 -3 കോമ 1 -4 കണ്ടോ എയിൽ x1 y1 z1 x2 y2 z2 -1 -2 -3 -5 -3 എല്ലാത്തിലും ഒരു മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 3, 5, 3 ഇതാണ് ഡയറക്ഷൻ റേഷ്യോ ഓഫ് AB. ഡയറക്ഷൻ റേഷ്യോ ഓഫ് AB മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ മൈനസ് അവിടെ നിർത്തുകയോ ചെയ്യാം. ഡയറക്ഷൻ റേഷ്യോ ഓഫ് AB ആയി. അടുത്തത് വേറൊരു സെറ്റ് ഡയറക്ഷൻ റേഷ്യോ BCയോ ACയോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ ഓഫ് BC x1 y1 z1 x2 y2 z2 അപ്പോൾ BC 5 -1 കോമ 8 -2 കോമ 7 -1 BCയുടെ റേഷ്യോ 6 കോമ 10 കോമ 6 6 10 6 എല്ലാത്തിനെയും ഒരു 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വാല്യൂ 3, 5, 3 3, 5, 3 അപ്പോൾ നോക്കിയപ്പം BCയുടെ ഡയറക്ഷൻ റേഷ്യോ 3, 5, 3 ആണ്. ABയുടെ ഡയറക്ഷൻ റേഷ്യോ 3, 5, 3 രണ്ട് സെറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഈക്വലായി. ഡയറക്ഷൻ റേഷ്യോ ഓഫ് AB ഈസ് ഈക്വൽ ടു ഡയറക്ഷൻ റേഷ്യോ ഓഫ് BC. രണ്ട് സെറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഈക്വലായപ്പം ആ പോയിൻറ്റ്സ് ഒരേ ലൈനിലാണ്, അല്ലെങ്കിൽ അതാണ് കൊളീനിയർ. രണ്ട് സെറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഈക്വലായപ്പോൾ അതാണ് കൊളീനിയർ പോയിൻറ്റ്സ്. നമ്മൾ നേരത്തെ ഇതേ കൺസെപ്റ്റ് തന്നെ സ്ലോപ്പിൽ പഠിച്ചിരുന്നു ഫസ്റ്റ് ഇയറിൽ. ഏതേലും രണ്ട് സെറ്റിൻ്റെ സ്ലോപ്പ് ഈക്വലാണ് കൊളീനിയർ ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ കൊളീനിയറിൻ്റെ ഒരു കേസ് ഡയറക്ഷൻ റേഷ്യോ വെച്ച് നമുക്ക് ചെയ്യാം. വേറെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് കാര്യം പഠിച്ചു. ആംഗിൾ തന്നിട്ട് കൊസൈൻ കാണാൻ പഠിച്ചു. റേഷ്യോ വാല്യൂ തന്നിട്ട് കൊസൈൻ കാണാൻ പഠിച്ചു. രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ റേഷ്യോ കാണാനായിട്ട് പഠിച്ചു. ഇതെല്ലാം നമ്മൾ ബേസിക് ഐഡിയ ആണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ്. ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ്
find the direction cosines of the sides of the triangle. Find the direction cosines of the sides of the triangle whose vertices are, find the direction cosines of the sides of the triangle whose vertices are 3, 5, minus 4. 3, 5, minus 4. Find the direction cosines of the sides of the triangle whose vertices are 3, 5, minus 4, minus 1, 1, 2, minus 1, 1, 2, minus 1, 1, 2, and minus 5, minus 5, minus 2, minus 5, minus 5, minus 2, minus 5, minus 5, minus 2. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ ട്രയാങ്കിളിലെ 3 സെറ്റ് വെർട്ടീസസ് ആണ് തന്നത്. ഒരു ട്രയാങ്കിളിലെ 3 സെറ്റ് വെർട്ടീസസ് 3, 5, minus 4 ഒരു സെറ്റ്, minus 1, 1, 2 വേറൊരു സെറ്റ്, minus 5, minus 5, minus 2 തേർഡ് സെറ്റ്. ഇതിലെ ഡയറക്ഷൻ കൊസൈൻസ് ഓരോ സൈഡിൻ്റെയും ചെയ്യണം. ഇപ്പം ഡയറക്ഷൻ കൊസൈൻസ് ചെയ്യാൻ ആദ്യം നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. ഓരോ സൈഡിൻ്റെ റേഷ്യോ, ഡയറക്ഷൻ റേഷ്യോ ഓഫ് സൈഡ് എ ബി സൈഡിലെ റേഷ്യോ കാണാൻ x1 y1 z1 x2 y2 z2 റേഷ്യോ കാണാൻ x2 minus x1 minus 1 minus 3 comma 1 minus 5 2 minus 4 minus 1 minus 3 minus 4 comma minus 4 comma 6. ഇതാണ് സൈഡ് ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ ബി, ആ സൈഡിൻ്റെ റേഷ്യോ. മൈനസ് 2 കൊണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഡിവൈഡ് ചെയ്ത് എഴുതുമ്പം 2, minus 3. ഇതാണ് ആ എ ബി എന്ന് പറയുന്ന സൈഡിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. ഡയറക്ഷൻ റേഷ്യോ ഉണ്ടെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ കൊസൈൻസ് റേഷ്യോ ഉണ്ടെങ്കിൽ കൊസൈൻ കണ്ടുപിടിക്കാൻ 2/√2² പ്ലസ് 2² പ്ലസ് മൈനസ് 3², 2 അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോമ 2 ഇത് തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോമ മൈനസ് 3 അത് തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തെഴുതി. 2/4 + 4 8 + 9 17. അപ്പോൾ √17 2/√17 മൈനസ് 3/√17. ഇതാണ് എ ബി എന്ന് പറയുന്ന സൈഡിൻ്റെ ഡയറക്ഷൻ കൊസൈൻ. അപ്പം ഡയറക്ഷൻ റേഷ്യോ ആദ്യം കണ്ടുപിടിച്ചു, എന്നിട്ടാണ് ആ സൈഡിൻ്റെ ഡയറക്ഷൻ കൊസൈൻ ചെയ്തത്. അതേപോലെ ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടിട്ട് അതേ സൈഡിൻ്റെ കൊസൈനും കാണണം. പിന്നെ എ സി അല്ലെങ്കിൽ സി എ, അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടിട്ട് കൊസൈൻ കണ്ടുപിടിക്കുക. ഇതാണ് ഡയറക്ഷൻ റേഷ്യോയിൽ നിന്നും ആ സൈഡിൻ്റെ കൊസൈൻ കണ്ടുപിടിക്കുന്നത്. അത്രയും ക്വസ്റ്റ്യൻസ് ബേസിക് ഐഡിയയിലുള്ളതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി കൺസെപ്റ്റിലോട്ട് കടക്കാം. അത്രയും കേസുകൾ നിങ്ങൾക്ക് ക്ലിയറായി. ബേസിക് ഐഡിയ ആയിട്ട് ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ കൊസൈൻ, ഒരു ലൈനിലെ പോയിൻറ്റ്സ് വന്നാൽ റേഷ്യോ കാണാൻ അറിയാം.
സൈഡിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ അറിയാം. അത്രയും നമുക്ക് ബേസിക്കായിട്ട് പഠിച്ചെടുക്കണം. താങ്ക് യു.